രാഹുൽ ഗാന്ധി രാജിവെക്കുന്ന ഒഴിവിലേക്ക് മത്സരിക്കാൻ പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ വീണ്ടും ശ്രദ്ധാകേന്ദ്രമാവുകയാണ് വയനാട് മണ്ഡലം. യു.പിയിലെ റായ്ബറേലി എം.പി സ്ഥാനം നിലനിർത്താനും വയനാട് രാജിവെക്കാനുമായിരുന്നു രാഹുലിന്റെ തീരുമാനം. അണികളിൽ നിരാശയുണ്ടാക്കിയ ഈ തീരുമാനത്തിന് പിന്നാലെയാണ് പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമെന്ന പ്രഖ്യാപനം വന്നത്. ഇതോടെ പൂർവാധികം ആവേശത്തിലാണ് വയനാട്ടിലെ നേതാക്കളും പ്രവർത്തകരും. ഇതോടെ മലയാളികൾക്കിടയിലും പ്രിയങ്ക എന്ന നെഹ്റു കുടുംബത്തിലെ പുതുതലമുറ രക്തത്തെക്കുറിച്ച് ചർച്ചകൾ സജീവമാണ്. ഒപ്പം പ്രിയങ്കയുടെ പൊതുജീവിതവും സ്വകാര്യ ജീവിതവുമെല്ലാം ആളുകൾ ഇഴകീറി പരിശോധിക്കുന്നുമുണ്ട്. അത്തരത്തിൽ ഒരു ആരോപണമാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി മനോരോഗിയാണെന്ന റിപ്പോർട്ടാണത്. ഇതാവട്ടെ അഭ്യൂഹങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതല്ല, മറിച്ച് 2019 ഉയർന്നതാണ്. പറഞ്ഞതാവട്ടെ BJP MP ആയിരുന്ന സുബ്രഹ്മണ്യൻ സ്വാമിയും. ബൈപോളാർ ഡിസോർഡറാണ് പ്രിയങ്കയ്ക്കുള്ളതെന്നായിരുന്നു സ്വാമി പറഞ്ഞിരുന്നത്. ഇരട്ട വ്യക്തിത്വമുള്ള പ്രിയങ്കയ്ക്ക് പൊതുജീവിതം സാധ്യമല്ല. അതിനുള്ള കഴിവ് അവർക്കില്ല. എപ്പോഴാണ് മനോരോഗിയുടെ അവസ്ഥയിലേക്ക് അവർ മാറുകയെന്ന് പറയാൻ സാധിക്കില്ലെന്നും സ്വാമി പറഞ്ഞിരുന്നു. പ്രിയങ്ക സ്വന്തം സുരക്ഷാ ഉദ്യോഗസ്ഥരെ മർദ്ദിക്കാറുണ്ട്. അവർ തന്നെയാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. പ്രിയങ്കയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥ പദവിയിൽ നിന്ന് മാറണമെന്നാവശ്യപ്പെട്ട് ഉദ്യോഗസ്ഥർ തന്നെ സമീപിച്ചെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ആരോപണങ്ങളാണിപ്പോൾ വീണ്ടും ചർച്ചയായിരിക്കുന്നത്. സ്വാമിയുടെ ആരോപണത്തിന് ശേഷം ഉത്തർപ്രദേശിന്റെ കിഴക്കൻ മേഖലയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറിയായി ചുമതലയേറ്റു. പിന്നീട് സംസ്ഥാനത്തിന്റെ മുഴുവൻ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയായും പ്രവർത്തിച്ചു. ഇതെല്ലാം ആരോപണങ്ങളിലെ പൊള്ളത്തരങ്ങൾ തന്നെയാണ് വെളിവാക്കുന്നത്. രാഹുൽ ഗാന്ധി രാഷ്ട്രീയത്തിലിറങ്ങിയ കാലത്തും അമുൽ ബേബി എന്നും പപ്പു എന്നും വിളിച്ച് കളിയാക്കിയിരുന്നു. അന്തർമുഖൻ എന്ന ആരോപണവും നേരിട്ടു. അതിനെല്ലാം മറികടന്നായിരുന്നു രാഹുലിന്റെ രാഷ്ട്രീയ യാത്ര. 2019 യു.പിയിലെ അമേഠിയിലും വയനാട്ടിലുമായിരുന്നു രാഹുൽ മത്സരിച്ചത്. എന്നാൽ അമേഠിയിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയോട് തോറ്റതോടെ വയനാട് രാഹുലിന്റെ തട്ടകമായി. ഇത്തവണ വയനാട്ടിൽ നിന്ന് രാജിവെക്കുമ്പോൾ പകരം ആരാവുമെന്നത് ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കാര്യമായിരുന്നു. രാഹുലിനെ പോലെ ജനപ്രിയനായ നേതാവ് വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്ന മണ്ഡലത്തിൽ നേതാക്കളുടെയും പ്രവർത്തകരുടെയും പ്രതീക്ഷകൾ കാത്തുസൂക്ഷിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ നിലനിർത്തുക അനിവാര്യതയായിരുന്നു. ഇതിന് പിന്നാലെയാണ് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന തീരുമാനമുണ്ടായത്. രാഹുലും പ്രിയങ്കയും ലോക്സഭയിലെത്തുന്ന സാഹചര്യം കേരളത്തിന് കൂടുതൽ അനുകൂലമാവുമെന്നാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾ കരുതുന്നത്. സംസ്ഥാനത്തെ വിഷയങ്ങൾ പാർലമെന്റിൽ ശക്തമായി ഉയർത്താൻ സാധിക്കും. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നീ 3 ഗാന്ധി കുടുംബാംഗങ്ങളും പാർലമെന്റിൽ എത്തുന്ന സാഹചര്യം കോൺഗ്രസിന്റെ കരുത്ത് ഒന്നുകൂടി വർദ്ധിപ്പിക്കുമെന്നും വിലയിരുത്തുന്നുണ്ട്. കോൺഗ്രസിൽ കുടുംബാധിപത്യമാണെന്ന വാദമുയർത്താൻ BJPക്ക് ശക്തി പകരുന്നതാണ് മൂവരുടെയും പാർലമെന്റ് പ്രവേശനമെന്നത് മറുപുറം. എന്നാൽ കോൺഗ്രസിൽ അത്തരമൊരു ചിന്താഗതി തന്നെയില്ല. മൂവരും പാർട്ടി ശക്തിപ്പെടുത്താൻ നിർണായക പങ്ക് ഇപ്പോൾ വഹിക്കുന്നുവെന്നാണ് കോൺഗ്രസിലെ വർത്തമാനം.